துறை பெரியவர்களே, தோழர்களே, நண்பர்களே, அருமை கலா ரசிகர்களே, ஓச்சிரா പരബ്രഹ്മമൂർത്തി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓച്ചിറ വൃശ്ചിക ഉത്സവത്തിനാണ് പോകുന്നത്. നമ്മുടെ ഇന്ന് വൃശ്ചിക 3 ഞങ്ങൾ പോയ ദിവസം. ഇന്നലെയാണ് ഞങ്ങൾ പോയത് ഗൈസ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇന്നപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. 3 ഉത്സവത്തിൻ്റേതായ കൂടുതൽ തിരക്കുകളുണ്ട് കേട്ടോ. ഞങ്ങൾ മിക്കവാറും 1, 2, 3 മാക്സിമം പോയ 5 ആ ദിവസങ്ങൾക്ക് മുമ്പേ പോകാറുണ്ട്. ഞാൻ പിന്നെ 2 വീട്ടിൽ നിന്നും പോവുകയെ. പിന്നെ ഇനിയിപ്പോൾ രാഹുൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടുന്ന് പോക്കൊന്നും നടക്കത്തില്ല ഗൈസ്. പിന്നെ നമ്മൾ അവിടെ എത്തി തൊഴുതു കാണിക്ക കേട്ടു. ഇഷാൻകുട്ടന് പിന്നെ ഇങ്ങനത്തെ കാണിക്ക വഞ്ചിയൊക്കെ കണ്ടു കഴിയുമ്പോൾ പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അവന് ഭയങ്കര സ്നേഹമാണ് കാണിക്ക വഞ്ചികളോടൊക്കെ. എൻ്റെ കയ്യിൽ പൈസയും ആ വഴി അങ്ങ് പൊക്കോളും. ഞാൻ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചില്ലറയും കൊണ്ടാണ് പോകുന്നത്. കാര്യം ഇവന് അത് നമ്മൾ നോട്ട് കൊടുത്താൽ പുള്ളി ഇടത്തില്ല. നമുക്ക് ചില്ലറ തന്നെ, നാണയം തന്നെ അവന് കൊടുക്കണം അതിടാനായിട്ട്. പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നല്ല തിരക്കല്ലേ, 3 ഉത്സവത്തിൻ്റേതായ തിരക്കല്ല, അതിൽ നല്ല തിരക്കുകളുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പോൾ ഈ തിരക്കാണെങ്കിൽ ഞങ്ങൾ തൊഴുത് വലം വെച്ച് വന്നപ്പോൾ ഇതിലും നല്ല ഇരട്ടി ആൾക്കാരായിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. ഞാനാണെങ്കിൽ ഈ വൃശ്ചികോത്സവത്തിന് മാത്രമേ ഓച്ചിറയിൽ പോയി തൊഴാറുള്ളൂ കേട്ടോ. അവിടെ വെടിവഴിപാടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒറ്റ വെടി വിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അല്ലാത്ത പ്രാവശ്യങ്ങളിലൊന്നും അങ്ങനെ പോകാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ പോകാറുള്ളൂ. അത് വേറൊന്നുണ്ടെങ്കിൽ ഗൈസ്, എനിക്ക് ഒറ്റവെടി വെട്ടുന്നത് കുഞ്ഞിലോട്ട് പേടിയാണ്. ഇപ്പോൾ ആണെങ്കിൽ പിന്നെയും പേടി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്. നമ്മുടെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വെടി പൊട്ടുമ്പോഴേ എനിക്കത് എന്തോ ഭയങ്കര പേടിയാണ്. ഇത് കേൾക്കുന്നവരൊക്കെ കളിയാക്കുമായിരിക്കും എന്നെ. പക്ഷേ ഗൈസ്, ഞാൻ അങ്ങനെയാണ്, ഉള്ള സത്യം പറയണമല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞാണേ. ഞാൻ ചുറ്റുവളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന് മാത്രമേ പോകാറുള്ളൂ. കാര്യം അവിടെ ഈ പടക്കമുണ്ട്. പണ്ട് ഞാൻ അരിപ്പാട്ട് അമ്പലത്തിലും പോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അരിപ്പാട്ട് അമ്പലത്തിൽ ഒറ്റവെടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏത് സമയം അവിടെ തന്നെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ആളിൻ്റെ അവിടെയൊക്കെ വന്ന് തൊഴുതു. അപ്പോഴത്തേക്ക് ദീപാരാധനയ്ക്കുള്ള സമയമായി. ഇതാണ് ഓച്ചിറ അമ്പലത്തിലെ കുളം കണ്ടോ, താമരപ്പൂ ഒത്തിരി. ഇത് നല്ല രസമാണ്. ചില സമയത്ത് ഒത്തിരി താമരപ്പൂവൊക്കെ ആയിട്ട് നിൽക്കും. ഇപ്പോൾ മുട്ടൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ആമ്പലാണോ താമരയാണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ആമ്പലാന്ന് തോന്നില്ലേ. ഇവിടെ കുടിൽ കെട്ടി ഭജനം പാർക്കുന്നവരുണ്ട് കേട്ടോ. 12 ദിവസം ഇവിടെയും കാട്ടിൽ മേക്കതിലും വൃശ്ചിക 1 തൊട്ട് 12 വരെ കുടിൽ കെട്ടി പാർക്കുന്നവരുണ്ട്. അതോരോരോ ആഗ്രഹങ്ങളും അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ ആൾക്കാർ നേർച്ച പറയുന്നതാണേ. ഈ ഗോപുരമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് എത്തും. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല ഗൈസ് എൻ്റെ. പിന്നെ ബജ്ജി ഉണ്ടായിരുന്നു, കരിമ്പിൻ ജ്യൂസ്, കുലുക്കി സർവത്ത്. ഇതാണ് നമ്മുടെ ഓച്ചിറ ഉത്സവത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് 50, 100, 200 അങ്ങനെ പല ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ. ഇഷാൻകുട്ടൻ തന്നെ എനിക്കൊന്ന് 4-5 റൈഡിൽ കയറിയിട്ടുണ്ട്. എന്നിട്ടും അവൻ അവിടെ നിന്ന് വരാൻ ഒരു മനസ്സുമില്ലായിരുന്നു. പിന്നെ നാളെ വരാമെന്നൊക്കെ പറഞ്ഞാണ് തിരിച്ചു കൊണ്ടുവന്നത്. ഓരോ അമ്പലത്തിലെ ഉത്സവത്തിനും ഓരോ ഹൈലൈറ്റ് കാണുമല്ലോ അല്ലേ. ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ, ഓച്ചിറ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഹൈലൈറ്റാണ് ഈ കറങ്ങുന്ന ഈ വീല് പോലത്തെ സാധനം. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല ഗൈസ്. ഈ സാധനമാണ്. ഇതിൽ കയറാനും ഇഷ്ടം പോലെ ആളാണ് കേട്ടോ. ലാസ്റ്റ് ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ കയറണമെങ്കിൽ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. നമ്മൾ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടുപിടിക്കും. ഞാൻ ലാസ്റ്റ് ദിവസം അങ്ങനെ 1-2 പ്രാവശ്യം കണ്ടു വന്നിട്ടുള്ളൂ ഗൈസ്. പക്ഷേ ഞാൻ ഇതിലൊന്നും കയറിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഇഷാൻകുട്ടൻ ഉള്ളതുകൊണ്ടാണ് ഈ സെക്ഷനിലോട്ടൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സെക്ഷനിലോട്ടൊന്നും വരത്തില്ല. കാര്യം എനിക്കിതിലൊക്കെ കയറുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ചോദിക്കും വണ്ടർല വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ. അവിടെ പോകുമ്പോൾ ഞാൻ വാട്ടർ ഐറ്റംസ് മീൻസ് വെള്ളത്തിൽ കളിക്കുന്ന സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലാത്ത ഏത് സാധനത്തിൽ കയറിയാലും എൻ്റെ വയറ്റിൽ ഒരാളൽ വരും. ഞാനതിലൊന്നും കയറാറില്ല. 1-2 തവണയും കണ്ട് വണ്ടർലയിൽ പോയപ്പോൾ. ഒരു തവണ വണ്ടർലയിൽ പോയിട്ടുള്ളൂ, 1-2 സാധനത്തിലേ കയറിയിട്ടുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എനിക്കിത് കാണുന്ന ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പിള്ളേരൊക്കെ കുറവായിരുന്നു. ഇഷാൻകുട്ടനും വേറെ കൊച്ചിനും മാത്രമേ ഉള്ളായിരുന്നു കാറൊക്കെ കളിക്കാനായിട്ട്. അവൻ പക്ഷേ ശരിക്കും എൻജോയ് ചെയ്ത്. ഈ പ്രാവശ്യം അവനൊരു കളിപ്പാട്ടം പോലും വേണമെന്ന് പറഞ്ഞില്ല. ബലൂണൊക്കെ കൊണ്ട് ചേച്ചിമാർ വന്നപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട കളിപ്പാട്ടം, എനിക്ക് റൈഡേ കയറിയാൽ മതിയെന്ന്. അതുകൊണ്ട് അവൻ ഈ പ്രാവശ്യം ഒരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചില്ല. സാധാരണ അമ്പലങ്ങളിൽ പോയാൽ ഒരു 5-6 കളിപ്പാട്ടം കൊണ്ട് മാത്രമേ അവൻ തിരിച്ചു വരാറുള്ളൂ. ഈ സാധനത്തിൽ കയറിയതാണെങ്കിൽ ഗൈസ്, എനിക്കാണെങ്കിൽ പേടി കൊണ്ട് ഞാനൊരു പരുവമായി പോയിട്ടുണ്ടായിരുന്നു ഈ സാധനത്തെ കയറിയിട്ട്. പവനായി ശവമായാണ് ഞാൻ തിരിച്ചിറങ്ങി വരുന്നത്. മറ്റില്ല റെയിൽവേ ലൈൻ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ പോകത്തില്ലേ, ട്രെയിൻ പോകുന്ന പോലെ. അയ്യോ അതായിരുന്നു ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനത്തെ കയറുന്നത്. എൻ്റെ ഗൈസ് വളവിന് വരുമ്പോൾ ഇതിനൊരു സ്പീഡ് കൂട്ട്. ഞാനും എൻ്റെ കൊച്ചിനും കൂടെ തെറിച്ച് താഴെ വീണെന്ന്. ഞങ്ങളുടെ അമ്മ കാരണമാണ് ഞാൻ ഇതേ കയറിയത്. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനും ഇഷാൻകുട്ടനും ഇതേ കയറണമെന്ന്. അയ്യോ എൻ്റെ വരവ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തിരിച്ചു വരുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കരിക്കിൻ്റെ ഷേക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം.